ഹായ് എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു മൈൻഡ് ട്രെൻഡ് എഫക്ട്സ് യൂട്യൂബ് ചാനൽ. സോ നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി 25,300 അല്ലെങ്കിൽ 253 ആ റേഞ്ചിൽ നമ്മൾ നിഫ്റ്റിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിനെ ഷോർട്ട് ചെയ്യാം. താഴോട്ട് നമുക്ക് ടാർഗറ്റ് ഉണ്ടാവും 25,079 വരെ നമ്മൾ ടാർഗറ്റ് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇന്ന് നിഫ്റ്റി ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മുടെ സോണിൽ പോയി ആ എൻട്രി എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ എൻട്രി എടുത്തിട്ട് നേരെ നമ്മുടെ ടാർഗറ്റ് വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് എൻട്രി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും രണ്ടാമത് നമ്മുടെ സോണിൽ പിന്നെയും നിഫ്റ്റി വന്നു. വീണ്ടും അവിടെ നിന്ന് റിജക്റ്റ് ചെയ്തിട്ട് വീണ്ടും അവിടുന്ന് ഏകദേശം 70-80 പോയിൻറ്റ്സ്, അതായത് ഒരു അറ്റ് ദ മണി എങ്ങനെ പോയാലും ഒരു 30-40 പോയിൻറ്റ്സ് നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്ന രൂപത്തിൽ വീണ്ടും നിഫ്റ്റി താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതായിരുന്നു നിഫ്റ്റിയുടെ ഇന്നത്തെ ഡേയിലെ സിനാരിയോ. ബട്ട് നമുക്ക് നാളത്തെ സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഡേ ക്യാൻഡിൽ ഒരു ഡോജി ഫോർമേഷനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇൻഡിസിഷൻ സ്റ്റേജിലാണ്. ഓക്കെ, സോ ഈ ട്രെൻഡ് ലൈൻ പൂർണ്ണമല്ല, ബട്ട് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഓക്കെ, നിഫ്റ്റി മാർക്കറ്റ് താഴോട്ട് വന്നിരിക്കുന്ന ഒരു ചെരിഞ്ഞ് ഒരു ഹയർ ലോ ലോവർ ഹൈ പാറ്റേൺ വെച്ചിട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഞാനിവിടെ ഒരു ട്രെൻഡ് ലൈൻ പോലെ വരച്ച് വെച്ചിട്ടുണ്ട്. സോ നാളെ നമ്മുടെ വ്യൂ എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മൾ ഈ ഒരു സോണിൽ നമ്മൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കരുതലോട് വേണം എൻട്രി എടുക്കാൻ, കുറച്ച് ക്വസ്റ്റനായിട്ട് വേണം ഈ ഒരു ഏരിയയിൽ നമ്മൾ മാർക്കറ്റിനെ ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ഏരിയയിൽ. ബട്ട് എബോവ് 25,300 നമുക്ക് മാർക്കറ്റിനെ 25,474 വരെ നമുക്കിതിനെ മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് വോളിയത്തോടുകൂടി ക്രോസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് നമുക്ക് ഈ ഒരു ഹൈ വരെ നമുക്കിതിന് ട്രേഡ് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഡേ ലോ ആയിട്ടുള്ള ഈ ഒരു 25,000 താഴെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടൊരു ക്ലോസ് തരുമ്പം, അല്ലെങ്കിൽ 25,000 താഴെ 25,000 താഴെ ഒരു സ്ട്രോങ് വോളിയത്തോടുകൂടി ക്ലോസ് തരുമ്പോൾ നമുക്ക് താഴോട്ടുള്ള ട്രേഡ് നോക്കാം. സോ ഈ ഒരു ഏരിയയിൽ നമുക്ക് നോ ട്രേഡിംഗ് സോണായിട്ട് നമുക്ക് മാർക്കറ്റിനെ ഈ ഒരു ഏരിയയിൽ നോ ട്രേഡിംഗ് സോൺ, ഓക്കെ, നോ ട്രേഡിംഗ് സോണായിട്ട് നമുക്ക് മാർക്കറ്റിനെ ഈ ഒരു ഏരിയയിൽ നമുക്ക് വെക്കാം. അതായത് ഈ ഒരു ഏരിയയിൽ നമുക്ക് ട്രേഡ് ചെയ്യേണ്ട. ഒന്നെങ്കിൽ ഈ ഹൈയുടെ മുകളിൽ, അതായത് ഒരു ഡേ ക്യാൻഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഇൻഡിസിഷനാണ് മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു ട്രേഡിംഗ് സ്റ്റൈലിലോട്ട് നമ്മൾ പോകുന്നത്. സെൽ ഓൺ റൈസ്, ബൈ ഓൺ ദ ബോട്ടം അല്ലാതെ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡിലോട്ട് നമ്മൾ മാർക്കറ്റിനനുസരിച്ച് മാർക്കറ്റിൻ്റെ വ്യൂ ചേഞ്ച് ചെയ്യണം. സോ 25,301 അബോവ് നമ്മൾ ബുള്ളിഷ് ആയിരിക്കും. 25,000 താഴെ നമ്മൾ ബിയറിഷ് ആയിരിക്കും. ഈ ഒരു റേഞ്ചിൽ നമ്മൾ മാർക്കറ്റ് കടന്ന് കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രേഡ് ചെയ്യേണ്ട മാർക്കറ്റിൻ്റെ വഴിയെ വിട്ടേക്കുക. ഇതാണ് നാളത്തെ ട്രേഡിംഗ് സ്റ്റൈൽ. ഓക്കെ, അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ നമ്മൾ മാർക്കറ്റിനെ നോക്കി കാണുന്നത്. ആൻഡ് ആസ് പെർ സെബി റെഗുലേഷൻസ് ഓൾ ദീസ് പ്രൈസസ് I am evaluating is not for a buy and sell recommendation. Okay, this is only for educational purpose. നിങ്ങൾ ഇതിനെ നിങ്ങളുടെ പഠനത്തിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങളുടെ ഓൺ അനാലിസിസ് നോക്കിയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, കാരണം നിങ്ങളുടെ പൈസയാണ്, നിങ്ങളാണ് ട്രേഡ് ചെയ്യുന്നത്. സോ റിസ്ക് നിങ്ങളുടെ കയ്യിലാണ് മാനേജ് ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ. ആൻഡ് എന്നോട് നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് പേര് ചോദിക്കാറുണ്ട് ഇംഗ്ലീഷിൻ്റെ കാര്യം. സോ ഇംഗ്ലീഷ് വീഡിയോ അരുൺ ചെയ്യുന്നുണ്ട്, അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഹീ ഡൂയിങ് ഫോർ ഇംഗ്ലീഷ് വീഡിയോ ഫോർ യു ഗൈസ്. ആൻഡ് ഫോർ ടുമാറോ അവർ പ്ലാൻ ഈസ് എബോവ് 25,301 we focus on the bullish side, below 25,000 we focus on the bearish side, and between this level we have no trade. Okay, നമുക്ക് ട്രേഡ് ഒന്നും ഉണ്ടാകത്തില്ല. സോ ഇതാണ് നമ്മുടെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നാളത്തെ നമ്മുടെ സ്വിംഗ് സ്റ്റോക്സ് ഡാൽമിയ ഭാരത് നിങ്ങൾ നോക്കി വെച്ചോ. 239 മുകളിൽ നമുക്കിതിനെ ഒരു സ്വിംഗ് ട്രേഡിലോട്ട് വേണ്ടി കൺസിഡർ ചെയ്യാം. ഒരു ചെറിയ സ്റ്റോപ്പ് ലോസിൽ 2239. ആൻഡ് ONGC ഇന്ന് നമുക്ക് ട്രിഗർ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഓൺ ആണ്. നമുക്ക് നോക്കാം നാളെ എന്താ സംഭവിക്കുകയെന്ന്. ആൻഡ് ബാക്കിയുള്ള സ്വിംഗ് ട്രേഡ്സ് നാളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആവട്ടെ. മാർക്കറ്റ് ഒരു കൺഫ്യൂഷനിലായതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പറ്റി സ്വിംഗ് ഒന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. നമ്മളുണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം നമുക്ക്. സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.